ഇമേജ് ഫോർമേഷൻ ബൈ കോൺവെക്സ് ആൻഡ് കോൺകേവ് മിറേഴ്സ് അതിൻ്റെ പ്രധാനപ്പെട്ട റൂളുകൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. സോ ഇത് കോൺവെക്സ് ആൻഡ് ഇത് കോൺവെക്സ് മിറർ ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് റേനെ കടത്തി വിടാം. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടാണ് റേ പോകുന്നതെങ്കിൽ അത് ഉറപ്പായിട്ട് ഫോക്കസിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുക, പാസ് ചെയ്യുക. സോ ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മൂവിങ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആണ് ഇൻസിഡന്റ് ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ റിഫ്ലക്ട് ചെയ്ത് പോകുമ്പോൾ എപ്പോഴും അത് ഫോക്കസിലൂടെ ആയിരിക്കും പാസ് ചെയ്യുക. ഇതിവിടെയും അങ്ങനെ തന്നെയാണ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടാണ് പോകുന്നതെങ്കിൽ ഇവിടെ ഫോക്കസ് റൈറ്റ് സൈഡിലായതുകൊണ്ട് നമുക്കതിനെ ഡൈവേർജ് ചെയ്യിക്കണം. ദാറ്റ് ഈസ് ഇവിടെ നിന്ന് ഇങ്ങനെ ഫോക്കസിലൂടെ പോകുന്ന രീതിയിൽ കാണിക്കണം. ഇതാണ് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. സെക്കൻഡ് റൂളിലേക്ക് പോകാം. അതായത് നമ്മുടെ പോകുന്ന റേ എന്ന് പറയുന്നത് ഫോക്കസിലൂടെയാണ് പാസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ഇങ്ങനെ ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന റേ ആണ് വരുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നേരെ തിരിച്ചു വരും. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് അത് റിഫ്ലക്ട് ചെയ്തു പോകും. നേരത്തെ പഠിച്ചത് നായക തിരിച്ചുള്ള കാര്യം. ഇനി ഇവിടെ നോക്കുക, നമ്മുടെ റേ വരുന്നത് ഇങ്ങനെ ഫോക്കസിലൂടെയാണ് എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ ഫോക്കസ്, കണ്ടോ? ഇതാണ് നമ്മുടെ ഫോക്കസ് ആയിട്ട് വരുന്നത്. ആ ഫോക്കസിലൂടെ റേ വരികയാണ്. ഫോക്കസിലൂടെ വരിക എന്ന് നമ്മൾ ഇവിടെ ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് ഇങ്ങനെ കാണിക്കണം. ഫോക്കസിലൂടെ റേ വരുന്നു, അപ്പോൾ അത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പാസ് ചെയ്ത് പോകുന്നു. അടുത്ത നമ്മുടെ നിയമം എന്ന് പറയുന്നത് സെന്റർ ഓഫ് കർവേച്ചറിലൂടെയാണ് നമ്മുടെ റേ പാസ് ചെയ്യുന്നതെങ്കിൽ, സെന്റർ ഓഫ് കർവേച്ചറിലൂടെ റേ പാസ് ചെയ്യുകയാണെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ നോർമലും. അതുകൊണ്ട് ഇറ്റ് വിൽ റിഫ്ലക്ട് ബാക്ക്. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ അത് തിരിച്ച് പോകും. സെന്റർ ഓഫ് കർവേച്ചർ കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ റിഫ്ലക്ട് ബാക്ക് എന്ന് വേണം പഠിക്കാൻ. ഇവിടെ സെന്റർ ഓഫ് കർവേച്ചർ കാണിക്കാൻ വേണ്ടി നമ്മൾ ഇതിങ്ങനെ മാർക്ക് ചെയ്തു. സെന്റർ ഓഫ് കർവേച്ചറിലൂടെ റേ വരുന്നു, അത് അതേപോലെ എന്ത് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു എന്ന് വേണം നമ്മൾ കാണിക്കാൻ. ഫൈനൽ വൺ ഈസ് നമ്മുടെ പോളിലൂടെയാണ് റേ പാസ് ചെയ്യുന്നതെങ്കിൽ, പോളിലൂടെ റേ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. കാരണം നോർമലും ഇതുമായിട്ടുള്ള ആംഗിൾ ആണല്ലോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന്റെ അതേ ആംഗിൾ തന്നെയായിരിക്കും റിഫ്രാക്ഷൻ വരിക. അതായത് ഇത് രണ്ടും എന്താണ്, ഒരേ ആംഗിളിലായിരിക്കും എന്ത് ചെയ്യുക, അത് പാസ് ചെയ്യുക. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഒരേ ആംഗിളിൽ തന്നെ പാസ് ചെയ്യുന്ന രീതിയിൽ, ഈക്വലി പോകുന്ന രീതിയിലാണ് പോളിലൂടെ വരുമ്പോൾ. അപ്പോൾ ഇത്രയും റൂൾസ് ആണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ഇമേജ് ഫോർമേഷൻ്റെ സമയത്ത്.